ക്രിസ്തുവിൻ്റെ സഹനപാതകളിലൂടെ ഉയർപ്പുഗാഥയുമായി ഒരു ജീവിതയാത്ര. ശരീരത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ വഹിക്കുകയും ആത്മാവിൽ ഉത്ഥിതന്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്ന പ്രസന്ന യുവത്വം. അതാണ് നിഷ ജോസ്. ദൈവം ദാനമായി നൽകിയ ശാരീരിക വിഷമതകളും രോഗാരിഷ്ടതകളും സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഈശോയുടെ സ്നേഹം സംഗീതത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മറ്റുള്ളവരിലേക്ക് പകരുന്ന നിഷ ആധുനിക യുഗത്തിലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ നവീന വ്യക്തിത്വമാണ്. എനിക്ക് 8 മാസം പ്രായമുള്ളപ്പോഴാണ് പോളിയോ ബാധിച്ചെൻ്റെ ശരീരത്തിൻ്റെ വലതുവശം തളർന്നു പോയത്. ഇനി കാലിന് ബലക്കുറവുണ്ട്, നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ എൻ്റെ വലത്ത് കൈ എനിക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല, അതിന് മൂവ്മെൻറ്റ് കുറവുണ്ട്. ചെറുപ്പകാലത്ത് ഒരു ചെറിയ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ച്, എൻ്റെ ഡിഫിക്കൽറ്റിയെക്കുറിച്ച് എനിക്ക് വലിയൊരു അവയർനെസ് ഇല്ലായിരുന്നു. കാരണം അന്ന് ബോഡി വെയ്റ്റൊക്കെ വളരെ കുറവായതുകൊണ്ട് ഞാൻ എല്ലാ കുട്ടികളുടെയും കൂടെ സാധാരണ പോലെ ഓടുകയും ചാടുകയും കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വരുമ്പം, കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരവും അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ എനിക്ക് ശക്തമായിട്ടുള്ള കാലിനും കൈക്കും എന്നും വേദനയായിരുന്നു. അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണ് എന്നൊരു അറിവ് എനിക്ക് അന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരെയും പോലെ തന്നെയാണ് എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഞാൻ ആദ്യമായിട്ട് അത് തിരിച്ചറിഞ്ഞത്, എനിക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് നടക്കുന്നതിന് മുടന്തുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാനിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ എതിരെ കിടന്നിരുന്ന ഒരു ലോറിയുടെ ചില്ലിൽ ഞാൻ എൻ്റെ ഇമേജ്, എൻ്റെ റിഫ്ലക്ഷൻ കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ നടക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളൊരു അവബോധം എന്നിലേക്കുണ്ടായത്. അതെനിക്കൊരു വലിയൊരു ഷോക്കായിരുന്നു. അതിനുശേഷം എനിക്ക് എന്നെ തന്നെ അംഗീകരിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു കുറേ നാളത്തേക്ക്. അതായിരുന്നു ഞാൻ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു വലിയൊരു ചാലഞ്ച്. എന്നെ തന്നെ ഞാനായിരിക്കുന്ന രീതിയിൽ എന്നെ തന്നെ അംഗീകരിക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പലപ്പോഴും എനിക്ക് നിരാശ തോന്നിയിട്ടുണ്ട്, എന്നെക്കുറിച്ച് അപകർഷതാബോധം തോന്നിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ മാതാപിതാക്കൾ, ഞാൻ ഓർക്കുന്നു, ഒരു ഹൈസ്കൂളിലേക്കൊക്കെ കയറുമ്പോൾ എന്നെ ക്രിസ്ത്യൻ ധ്യാനങ്ങൾക്കൊക്കെ വിട്ടിരുന്നു. ക്രിസ്ത്യൻ ധ്യാനങ്ങളിൽ എല്ലാ വർഷവും തന്നെ എല്ലാ അവധിക്കാലത്തും തന്നെ പങ്കെടുത്തിരുന്നു ഓർക്കുന്നു. ഈശോ അതിലൂടെ എല്ലാം കുറേ ഹീലിംഗ് എനിക്ക് തന്നിട്ടുണ്ട്. ശരീരത്തെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് മനസ്സിൽ ഈശോയെ സ്വീകരിച്ച നിഷയുടെ വിദ്യാഭ്യാസ ജീവിതം ആഴത്തിലുള്ള
ജ്ഞാനസമ്പാദനത്തിൻ്റെ കാലമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ചത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജോണി ഇറക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫി വായിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന്. ജോണി ഇറക്സൺ ഒരു കൗമാരപ്രായത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്നിരുന്ന സമയത്ത് സീ ഡൈവിങ് നടത്തുമ്പോൾ ശിരസ് കടലിൻ്റെ അടിത്തട്ടിൽ ഇടിച്ച് ശരീരം മുഴുവൻ തളർന്നു പോയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ജോണിയുടെ ജീവിതത്തിലെ ഒരു അനുഭവം അവൾ പങ്കുവച്ചത് എന്നെ ഒത്തിരി സ്പർശിച്ചു. ശരീരം അനക്കാൻ കഴിയാതെ നിശ്ചലമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവൾക്ക് ഈശോ അവളോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായി. ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ്. അവളൊത്തിരി പരാതി പറയുമ്പോൾ നിശ്ചലമായി കിടക്കുന്ന അവസ്ഥയിൽ കൈയും കാലും ഒരു വിരൽ പോലും ചലിപ്പിക്കാൻ പറ്റാത്ത തൻ്റെ അവസ്ഥയെക്കുറിച്ച് കർത്താവിനോട് പരാതി പറയുമ്പോൾ കർത്താവ് അവളോട് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയായിരുന്നു: നീ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് അപരിചിതമല്ല. കുരിശിൽ ആണികളാൽ കൈകാലുകൾ തറയ്ക്കപ്പെട്ട് കിടന്നിരുന്ന സമയത്ത് നിൻ്റെ അതേ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എനിക്ക് എൻ്റെ കൈകാലുകൾ ചലിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഈ ഒരു അനുഭവം വായിച്ചത് എൻ്റെ ഹൃദയത്തെ ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ സഹനങ്ങളെ, എൻ്റെ ജീവിതത്തിലെ അവസ്ഥകളെ ഞാൻ കർത്താവിൻ്റെ സഹനങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചു. ഞാൻ കടന്നു പോകുന്ന ഓരോവസ്ഥയും, എൻ്റെ കാലുകൾക്ക് അനുഭവപ്പെടുന്ന തളർച്ചയും നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും, അതുപോലെ എൻ്റെ കൈക്ക് അനുഭവപ്പെടുന്ന വേദനയും ചലിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയും, അതെല്ലാം എനിക്ക് മുൻപേ കർത്താവ് കടന്നുപോയ അവസ്ഥകളാണെന്നും അതിലും ഒരുപാട് ഇരട്ടിയായിട്ട് ആ വേദനകൾ ഈശോ അനുഭവിച്ചതാണ് എന്നുമുള്ള ചിന്ത അതെന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. അതെന്നെ എന്നെ തന്നെ അംഗീകരിക്കുവാനും എന്നെ തന്നെ സ്നേഹിക്കാനും അതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ജീവിതം എന്തിനു വേണ്ടിയെന്ന സ്വത്വാന്വേഷണം നിഷയെ എത്തിച്ചത് സ്വർഗതുല്യമായ ധ്യാനശൈലിയിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്കുമായിരുന്നു. അതിലൂടെ നിസ്വാർത്ഥ സേവനമാണ് ദിവ്യാനുഭൂതിക്കടിസ്ഥാനമെന്ന് നിഷ മനസ്സിലാക്കി. എൻ്റെ മനസ്സിനെ എന്നും സൗഖ്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈശോയുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധം തന്നെയാണ്. ഞാൻ പ്രാർത്ഥിക്കുവാൻ പഠിച്ചത് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നൊരു കാര്യം. ഞാൻ ഒരു 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ ധ്യാനത്തിൽ പങ്കെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എന്നെ മാറ്റി നിർത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുടെ കൂടെ എന്നെ ധ്യാനിക്കാനായിട്ടിരുത്തി. തീർച്ചയായിട്ടും എനിക്കന്ന് അവിടെ നടന്ന ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു കൊച്ചുകുട്ടി എന്ന നിലയ്ക്ക്. പക്ഷേ ഞാൻ ഓർക്കുന്നു, ആ ധ്യാനത്തിന് ശേഷം വീട്ടിൽ വന്ന് ഞാൻ ഈശോയോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അത് ഈശോ എന്നിൽ അന്ന് നിക്ഷേപിച്ചൊരു കൃപയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും ഈശോയോട് വ്യക്തിപരമായിട്ട് പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് കുഞ്ഞിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒത്തിരി സങ്കടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോഴും
എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കുറേ സമയം ഈശോയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു സ്വഭാവം, അതിലൂടെ ഒത്തിരി ആശ്വാസം കർത്താവ് എനിക്ക് തന്നിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഈശോയായിട്ടുള്ള ബന്ധമാണ് എന്നെ എന്നും നയിച്ചിരുന്നത്. അതുപോലെ പരിശുദ്ധ അമ്മയോട് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ജപമാലകൾ ചെല്ലാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലെ ജപമാല എന്ന് പറയുന്നത് എന്നും എൻ്റെ ജീവിതത്തിലൊരു ശക്തിയായിരുന്നു. എപ്പോഴും എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും എപ്പോഴും എന്നെ നയിച്ചിരുന്നതും ഇപ്പോഴും നയിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഈശോയിലാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിൽ മാത്രമാണ് അർത്ഥം കണ്ടെത്താനായിട്ട് എൻ്റെ മനസ്സിന് കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്തേക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്ന തീവ്രമായിട്ടുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അന്നൊക്കെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലൊക്കെ കഴിയുന്നത് പോലെയൊക്കെ ഞാൻ പങ്കാളിയാകുമായിരുന്നു. അതിനുശേഷം ഡിഗ്രിക്ക് ശേഷം ഞാൻ ഓർക്കുന്നു, എൻ്റെ അന്നൊരു PG ഞാൻ ജോയിൻ ചെയ്തു. ഒരു 2 മാസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് കൈക്ക് വീണ്ടും എൻ്റെ ഷോൾഡറിന് വീണ്ടും ഒരു സർജറി ചെയ്യേണ്ടി വന്നു. അത് എൻ്റെ ഈ 2 ബോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫ്ലഷ് എനിക്ക് കുറവായതുകൊണ്ട് ഈ കൈയുടെ ഈ ബോൺ എപ്പോഴും ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ട് ആ 2 ബോൺസിനെയും ചേർത്ത് ഇവിടെ ഫ്യൂസ് ചെയ്ത് വെച്ചു. ഞാൻ സ്റ്റീൽ റോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6-7 മാസത്തോളം ഞാനതിൻ്റെ റെസ്റ്റിലായിരുന്നു. ആ സമയത്ത് എല്ലാത്തിൽ നിന്നും വീണ്ടും ഞാൻ കട്ടായ ഒരവസ്ഥ, ഒരു സോഷ്യലി വിത്ഡ്രോ ആയ ഒരവസ്ഥയിൽ വീണ്ടും എൻ്റെ മനസ്സ് കുറേ ഡിപ്രസ്ഡായി. ഒത്തിരി അസ്വസ്ഥതകളിലൂടെ ഞാൻ കടന്നുപോയി. അതിനുശേഷം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈശോയുടെ പ്ലാൻ എന്താണ്, കർത്താവിൻ്റെ ഹിതം എന്താണ് എന്നറിയണമെന്നും ഈശോ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു അതുപോലെ എൻ്റെ ജീവിതം ക്രമീകരിക്കണം എന്നും ഞാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായ സിസ്റ്റർ അന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. സിസ്റ്ററിനോട് ഞാൻ എൻ്റെ ഈ നിയോഗം പറയുകയും അവരെനിക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ സിസ്റ്റർ ഇപ്പോൾ മരിച്ചുപോയി, സിസ്റ്റർ ജോസ്ന. സിസ്റ്ററിലൂടെയാണ് ഈശോ എനിക്ക് ഒരു സന്ദേശം തന്നത്, ഞാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുവെന്നും അന്ന് ബഥാനിയ ധ്യാന കേന്ദ്രത്തിൽ അവിടെ ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ അവിടുത്തെ ഡയറക്ടേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിന് സിസ്റ്ററിലൂടെ കിട്ടിയ കർത്താവിൻ്റെ സന്ദേശം അനുസരിച്ചാണ് ഞാൻ ബഥാനി ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുകയും 4 വർഷത്തോളം അവിടെ ഗാന ശുശ്രൂഷയിൽ ഞാൻ തുടരുകയും ചെയ്തിട്ടുണ്ട്.
ഈശോയ്ക്ക് വേണ്ടി കേരളത്തിലും പുറത്തും നിരവധി വചന പ്രഘോഷണ വേദിയിൽ ഗാനശുശ്രൂഷ അവതരിപ്പിച്ച് അനേകർക്ക് ആശ്വാസമായി മാറുമ്പോൾ സ്വന്തം വൈകല്യങ്ങളും രോഗാതുരതകളും ദൈവം തനിക്ക് ദാനമായി നൽകിയതാണെന്ന് കരുതി നിഷ ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നതിൽ ചാരിതാർത്ഥ്യം കൊള്ളുകയാണ്. മെയ് മാസത്തിൽ കുളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഞാനൊരു കൗൺസിലിംഗ് കോഴ്സിന് പങ്കെടുക്കാനിടയായി. ആ കൗൺസിലിംഗ് കോഴ്സിൽ വെച്ചാണ് നിഷയെ ഞാൻ പരിചയപ്പെടുന്നത്. ആ കൗൺസിലിംഗ് കോഴ്സിൻ്റെ സമയത്ത് ആരാധനയ്ക്ക് ഒരു ദിവസം ഞാൻ കീബോർഡ് വായിക്കുകയുണ്ടായി. അന്ന് നിഷയായിരുന്നു പാട്ട് പാടിയത്. അന്നത്തെ ആരാധനയിൽ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഭക്തിഗാനം വളരെ മനോഹരമായിട്ട് നിഷ പാടുന്നതിനെ ശ്രദ്ധിച്ചു. അതായത് ശരിക്കും ആത്മാവ് തൻ്റെ സൃഷ്ടാവിൻ്റെ അടുത്ത് സംവദിക്കുന്നത് പോലെ, സംസാരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം. കാരണം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എപ്പോഴും നമ്മളെ ക്രിസ്തുവിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടത്. നിഷയുടെ ഗാനശൈലിയിൽ ആ ഒരു കൃപ കാണുവാനായി ഇടയായി. പിന്നീട് സംസാരിച്ചു. നിഷയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒക്കെ മനസ്സിലാക്കാനിടയായി. അതിനുശേഷം പിന്നീട് പലപ്പോഴും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം ഇതാണ്: ശരീരത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ വഹിക്കുകയും ആത്മാവിൽ ഉദ്ധിതൻ്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ യുവതി. ശരീരത്തിൽ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ അതിൻ്റെ വിഷമം ആരെയും കാണിക്കാതെ അത് സന്തോഷത്തോടെ തൻ്റെ കുരിശുകൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുകയും ഉദ്ധിതൻ്റെ സന്തോഷം തൻ്റെ പുഞ്ചിരിയിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക, അതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഈശോയുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. തൻ്റെ കുരിശുകളെ കർത്താവിന് കൊടുത്ത് മറ്റുള്ളവരുടെ കുരിശിറക്കി വയ്ക്കാനായി പരിശ്രമിക്കുന്ന ഒരു ജീവിതം. ഒത്തിരിയധികം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണമെന്നുള്ള ഒരു കൊതി, അതൊക്കെ ഇനിയും ജീവിതത്തിൽ കൂടുതലായിട്ടുണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിനും ഇത് നല്ലൊരു പാഠമാണ്. കാരണം സഹനമെന്നും അവസാന വാക്കല്ല ക്രിസ്തീയ ജീവിതത്തിൽ. ഉത്ഥാനമാണ് അവസാന വാക്ക്. സഹനം ഏറ്റെടുക്കാൻ സഹിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ഉദ്ധിതനെ കൊണ്ടു നടക്കാനായി ആൾക്കാർ ഒത്തിരി കുറവ്. നിഷ ജീവിക്കുന്ന ഈ ഒരു വലിയ പാഠം നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ കുരിശുകളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ഉദ്ധിതൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനും നിഷ ഒരു പാഠമാകട്ടെ. നെഞ്ചകം ദുഃഖത്തിനാഴിയിലാണ്ടോ ചഞ്ചല ചിത്തയായി നിന്നു ഉഴറുന്ന പാദവും ഉലയുന്ന ദേഹിയും ആശ്രയം തേടി കാത്തിരുന്നു. നെഞ്ചകം ദുഃഖത്തിനാഴിയിലാണ്ടോ ചഞ്ചല ചിത്തയായി നിന്നു ഉഴറുന്ന പാദവും ഉലയുന്ന ദേഹിയും ആശ്രയം തേടി കാത്തിരുന്നു. മനസ്സിൻ്റെ വേദന
നെഞ്ചകം ദുഃഖത്തിനാഴിയിലാണ്ടു ചഞ്ചല ചിത്തയായി നിന്നു ഉഴറുന്ന പാദവും ഉലയും മനസ്സിന്റെ നീറലും നോവുകളും ബ്രദർ ജിൻസ് അഴീക്കൽ ഈശോയ്ക്ക് സമർപ്പിച്ച് രചിക്കുന്ന വരികൾ സ്വയം സംഗീതം നൽകി ആലപിക്കുമ്പോൾ നിഷ സ്വർഗതുല്യമായ ആനന്ദം അനുഭവിക്കുകയാണ്. തെറ്റിപ്പിരിഞ്ഞു ഞാൻ ചാരി നിന്നും തെറ്റായ വയ്ക്കു ഞാൻ കൂട്ടുചേർന്നു നന്മതൻ വേരുകൾ അറ്റുപോയെന്നിൽ ഉണ്മയാം നാഥ കനിയണമേ അന്ധനാം യാചകൻ തന്നുടെ വിളി പോലെ കേൾക്കണേ പാപിയാമെന്നർത്ഥന കേൾക്കണേ രോഗിയാമെൻ പ്രാർത്ഥന അന്ധനാം യാചകൻ തന്നുടെ വിളി പോലെ കേൾക്കണേ പാപിയാമെന്നർത്ഥന കേൾക്കണേ രോഗിയാമെൻ പ്രാർത്ഥന നെഞ്ചകം ദുഃഖത്തിനാഴിയിലാണ്ടു ചഞ്ചല ചിത്തയായി നിന്നു ഉഴറുന്ന പാദവും ഉലയുന്ന ദേഹിയും ആശ്രയം തേടി കാത്തിരുന്നു. ജീവിതയാത്രയിലെ വഴിത്തിരിവുകളിൽ ദൈവം നൽകുന്ന ഏതു ചുമതലയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ നിഷ ജോസ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ ബഹുമാനപ്പെട്ട മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സങ്കീർത്തനയിൽ പ്രവർത്തിക്കുന്നു. ലോകം മുഴുവൻ പ്രവർത്തന സജ്ജമായിരിക്കുന്ന സങ്കീർത്തന പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു കാവൽ മാലാഖയായി നിഷ ജോസ് മാറുകയാണ്. കുറവുകളെ സ്വീകരിച്ച് അറിവുകളിലൂടെ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച് ഉയർപ്പിൻ്റെ വഴിയിലേക്ക് അവരെ നയിക്കുന്ന നിഷയോടൊപ്പം നമുക്കും ചേരാം. ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈശോയോടുള്ള നന്ദിയും സ്നേഹവും മാത്രമാണ്. ജീവിതത്തിൽ ദൈവം അനുവദിച്ച എല്ലാ അനുഭവങ്ങളും, എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും ദൈവം അനുവദിച്ചതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ഉയർച്ചകളുടെയും എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ പാഠശാലകൾ തന്നെയായിരുന്നു. ഈ അനുഭവങ്ങളാണ് എൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുവാനായി ദൈവം ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും വേദനകളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് വേദനിക്കുന്ന മനുഷ്യരെ മുൻപിൽ വരുമ്പോൾ അവരുടെ വേദനകളും മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും എന്നെ സഹായിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള അനുഭവങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ദൈവം നടത്തിയ വഴികൾക്ക് ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും എന്നെ ദൈവം നയിച്ചത് ഓരോ വ്യക്തികളിലൂടെയാണ്. അതിൽ വൈദികരുണ്ട്, അൽമായരുണ്ട്, ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. പ്രത്യേകിച്ച് എപ്പോഴും ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത മാതാപിതാക്കളും സഹോദരങ്ങളും എൻ്റെ കുടുംബമുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. ആരുടെയും പേര് എടുത്തു പറയാത്തത്, പ്രത്യേകിച്ച് അവരിലൂടെ എല്ലാം പ്രവർത്തിച്ചത് ദൈവം തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. അതേസമയം ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നെഞ്ചകം ദുഃഖ